സന്നിധാനത്തേക്ക് പോവുകയാണ്. ശബരിമലയിൽ വിഷു മേടമാസ പൂജകൾക്ക് തുടക്കം. വിഷുവിനോടനുബന്ധിച്ച് കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമെന്നാണ് വിലയിരുത്തൽ. ഇന്നലെ 18,227 ഭക്തർ ദർശനം നടത്തി. 25,876 ഭക്തരാണ് ഇന്ന് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്തിരിക്കുന്നത്. വിഷുവിന് ഒരുങ്ങുകയാണ് ശബരിമല സന്നിധാനം. വിഷു മേടമാസ പൂജകളിലാണ് സന്നിധാനം. ഏപ്രിൽ 18 വരെയാണ് വിഷു മേടമാസ പൂജകൾക്ക് വേണ്ടി നട തുറന്നിരിക്കുന്നത്. വലിയ തിരക്ക് ഉണ്ടാകുമെന്നുള്ള സൂചനകൾ നൽകിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സന്നിധാനത്തേക്ക് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. 18,227 ഭക്തജനങ്ങളാണ് ഇന്നലെ ദർശനം നടത്തിയത്. ഇന്നലെ ദർശന ക്രമീകരണത്തിൽ മാറ്റമുണ്ടായിരുന്നു. ഭക്തജനങ്ങൾക്ക് രാവിലെയും വൈകുന്നേരവുമായി 5.5 മണിക്കൂറിനടുത്ത് മാത്രമാണ് ദർശനം ഉണ്ടായിരുന്നത്. ആറാട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ആ കുറഞ്ഞ സമയത്ത് തന്നെ 20,000-നടുത്ത് ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം നടത്തി. ഇന്നും 25,000-ന് മുകളിലാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ്. സ്പോട്ട് ബുക്കിംഗ് പമ്പയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വെർച്വൽ ക്യൂവും സ്പോട്ട് ബുക്കിംഗുമായി 30,000-ന് മുകളിൽ ഭക്തജനങ്ങൾ ഇന്ന് ദർശനം നടത്തുമെന്ന് വിലയിരുത്തപ്പെടുന്നു. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക്. ഫ്ലൈ ഓവറിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. രാവിലെ മുതൽ ഫ്ലൈ ഓവർ മുഖേനയാണ് ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് സൗകര്യം ഒരുക്കുന്നത്. 10-ാം തീയതിക്ക് ശേഷം ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നുണ്ട്. നേരത്തെ തിരക്ക് കുറഞ്ഞ സമയത്ത് കൊടിമര ചുവട്ടിൽ നിന്നും നേരിട്ടുള്ള ദർശന സംവിധാനമാണ് ക്രമീകരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ തിരക്ക് കൂടിയപ്പോൾ ഫ്ലൈ ഓവർ ഉപയോഗിക്കുന്നു. ഭക്തജന സഞ്ചയമായിട്ട് ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഫ്ലൈ ഓവറിൽ നിന്നും ഈ 2 ദിവസങ്ങളിലായി ഇന്ന് രാവിലെയുമായി കാണാൻ കഴിയുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിലും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം നാളെയും നാളെ കഴിഞ്ഞും വിഷുവോടനുബന്ധിച്ച് എത്തുന്ന ഭക്തജനങ്ങൾ, പ്രത്യേകിച്ച് അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങളൊക്കെ ധാരാളമായി സന്നിധാനത്തേക്ക് എത്തും. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതും വിഷുക്കാലത്താണ്. 10-ാം തീയതിക്ക് ശേഷം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന്, കേരളത്തിന് പുറത്തു നിന്ന് തമിഴ്നാട്, കർണാടക, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. 10-ാം തീയതി വരെ മലയാളികളായിരുന്നു കൂടുതലായിട്ട് എത്തിയിരുന്നെങ്കിൽ 10-ാം തീയതിക്ക് ശേഷം അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തജനങ്ങൾ കൂടുതലായി എത്തുന്നു. മാളികപ്പുറങ്ങൾ കൂടുതലായി എത്തുന്നുണ്ട്. കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളും കൂടുതലായി എത്തുന്നുണ്ട്. സന്നിധാനത്ത് മഴയുമുണ്ട്. മഴയുള്ള കാലാവസ്ഥയാണ് ഇപ്പോൾ 2 ദിവസമായി ഉള്ളത്. ഇന്നലെ ആറാട്ടിനു ശേഷം 1 മണിക്കൂറോളം സന്നിധാനത്ത് കനത്ത മഴ പെയ്തു. ഇന്നലെ രാത്രിയും മഴ പെയ്തു. രാത്രി ഇടപെട്ടുള്ള മഴ പുലർച്ചെ 5:30 വരെ നീണ്ടു. ഇന്ന് രാവിലെയും മേഘാവൃതമായ കാലാവസ്ഥയാണ്. തണുത്തുറഞ്ഞ കാലാവസ്ഥയിലാണ്, അന്തരീക്ഷത്തിലാണ് സന്നിധാനം രാവിലെ ഉണ്ടായിരുന്നത്. 1 മണിക്കൂറുകളിൽ മഴ പ്രതീക്ഷിക്കുന്നു. ഒപ്പം വിഷുവിന് വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന സന്നിധാനമാണ്. വിഷുക്കണി ദർശനം പുലർച്ചെ 4 മണി മുതൽ വിഷുദിനത്തിൽ ആരംഭിക്കും. വിഷുക്കണി ദർശനത്തിനുമൊക്കെയായിട്ട് വലിയ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നു. അതിനോടനുബന്ധിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഒഴിക്കാൻ വിവിധ വിഭാഗങ്ങളോട്, പോലീസ് സേന, KSRTC, ആരോഗ്യ വിഭാഗം അടക്കമുള്ള വിവിധ വിഭാഗങ്ങളോട് തയ്യാറായിരിക്കാൻ ദേവസ്വം ബോർഡ് അറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ അജയൻ നായർക്കൊപ്പം മിഥുൻ മുരളി.